പശ്ചിമേഷ്യയിൽ എല്ലാം പിടിവിട്ടു പോകുന്ന ഒരു ലക്ഷണത്തിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് വന്ന് ഇസ്രായേൽ ഇറാൻ ഏതു നിമിഷവും യുദ്ധസമാനമായ അന്തരീക്ഷം, അതിനിടയിൽ ഹമാസുമായിട്ടുള്ള സംഘർഷം, ലെബനിലുള്ള ഹിസ്ബുള്ളയുമായിട്ടും ഹൂത്തി വിമതരുമായിട്ടും ഒക്കെയുള്ള സംഘർഷത്തിനിടയിൽ ഇസ്രായേലിൻ്റെയും ഇല്ലെങ്കിൽ പാലസ്തീൻ്റെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് പാലസ്തീൻ്റെ അധീനതയിലുള്ള മണ്ണ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ഈജിപ്റ്റ് എന്നാണ് പുറത്തു വരുന്ന വിവരം. കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനമാണ് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ഹമാസിനെതിരെ വലിയ രീതിയിൽ ആക്രമണം തുടങ്ങിയ സമയത്ത് ഗസ ഈജിപ്റ്റ് അതിർത്തിയായ റഫ ക്രോസിംഗ് അടച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈജിപ്റ്റ് ഈ പലസ്തീനിലേക്കുള്ള അവരുടെ എല്ലാ അതിർത്തികളും അടച്ചിരുന്നു. നിഷ്പക്ഷത പാലിക്കാനാണ് അടച്ചതെന്നാണ് അന്ന് ഈജിപ്റ്റ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈജിപ്റ്റ് പലസ്തീനുമായി ചർച്ച നടത്തുന്നു. കാരണം യുദ്ധാനന്തരം ഏതായാലും ഇസ്രായേൽ പാലസ്തീൻ അനുകൂലമായവർക്ക് ഗസയുടെ ഭരണം നൽകാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഗസ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പാലസ്തീനിലുള്ള നേതാക്കന്മാരുമായി ഈജിപ്ഷ്യൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സംസാരം നടക്കുന്നു എന്നാണ് ഈ മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് ഇപ്പോൾ നിലവിൽ ഈ റഫ ക്രോസിംഗ് അടച്ചിരിക്കുന്നത് മൂലം ഈജിപ്തിലേക്ക് പോകാനോ ഈജിപ്തിൽ നിന്ന് സാധനങ്ങൾ വരുമാനോ തടസ്സമുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഈജിപ്തിൻ്റെ മറ്റ് അതിർത്തികൾ പാലസ്തീനു വേണ്ടി തുറന്നു കൊടുക്കും. യുദ്ധാനന്തരം റഫ, ഗാസയുടെ പകുതി ഭാഗം എന്നിവ ഉൾപ്പെടെ ഈജിപ്തിൻ്റെ അധീനതയിലേക്ക് നൽകുക എന്നുള്ളതാണ് പുതിയ ഒരു ചർച്ചയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇതിപ്പോൾ അതിർത്തി തുറന്നു കൊടുക്കും, അതായത് ഈ റഫ ക്രോസിംഗ് അല്ല, മറ്റ് അതിർത്തികൾ ഈജിപ്റ്റ് തുറന്നു കൊടുക്കും. അത് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ എന്നായിരിക്കും പറയുക. അതിന് പകരമായി ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചതിന് ശേഷം അവിടെ ഒരു ഭരണകൂടം വരുമ്പോൾ ഇത് ഈജിപ്തിന് കൈമാറുക, റഫയും ഗാസയും അടക്കം. ഇതാണ് പുതിയ നീക്കം. ഏതായാലും പെരകത്തുമ്പോൾ വാഴ വെട്ടാനും ചില രാജ്യങ്ങളുടെ ശ്രമമുണ്ട് എന്ന് സാരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.